Hi guys, welcome to my first YouTube video. So, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ എക്സാം വിച്ച് മീൻസ് നീറ്റ് 2025 എനിക്ക് പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ജെനുവിൻ ആയിട്ടുള്ളൊരു റിപ്ലൈ തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഫുള്ള് ഫ്രീ ആണ്. ഇനി കുറച്ച് നാളത്തേക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കണ്ടല്ലോ, ഇനി ഒരു അഡ്മിഷൻ ആകുന്നിടം വരെ. സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരാ പറയുന്നത്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. ഐ ആം ഹന്ന ഇമാം. ഐ വാസ് എ റീ റിപ്പീറ്റർ അറ്റ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. സോ ഇന്നത്തെ എക്സാമിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ന്യൂസിലൊക്കെ കണ്ട മാതിരി എക്സാം ടഫായിരുന്നു. 2016 ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ടഫുള്ള എക്സാം വരുന്നത്. എക്സാമിൻ്റെ ടഫ്നെസ് പറയാനാണെങ്കിൽ നമ്മുടെ ബയോളജി എടുക്കുകയാണെങ്കിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ എപ്പോഴും ബയോളജിയാണ് ആദ്യം എഴുതൽ. അപ്പോൾ ഞാൻ ബയോളജി എഴുതാൻ നേരത്ത് ബയോളജിയിലോട്ട് വന്നു. ഓക്കെ, ബയോളജിയിൽ വന്നപ്പോഴത്തേനും ബോട്ടണിയും സുവോളജി അങ്ങനെയാണല്ലോ. സോ 91st ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇറ്റ് വാസ് ഒരു സുവോളജി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ സുവോളജി എനിക്ക് അങ്ങനെ കിട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ സുവോളജി കഴിഞ്ഞു, പിന്നെ ബോട്ടണി ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ തന്നെ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ, ഇനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇപ്പോൾ സെക്കൻഡ് ടൈം ആണ്, അപ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല. കാരണം വായിച്ച് തീരുന്നില്ല. ടൈം നോക്കുന്നു. ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് 2:10 2:15 അടുപ്പിച്ചായപ്പോഴാണ് അവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ മിസ്സുമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മിസ്സുമാർ വന്നിട്ട് നമ്മുടെ തമ്പ് ഇംപ്രഷൻ കാര്യങ്ങൾ, ആ ബബിൾ ചെയ്യുന്ന മറ്റേ ബുക്ക്ലെറ്റ് കോഡ്, നമ്മുടെ OMR കോഡ് അതൊക്കെ ചെയ്യിപ്പിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പെട്ടെന്ന് അതൊന്നും വല്ലാണ്ട് കാരണം ഫസ്റ്റ് ടൈം റിപ്പീറ്റിന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ കുറേ നോക്കുന്നു. എനിക്കൊന്നും അങ്ങോട്ട് എൻ്റെ ബ്രെയിൻ അങ്ങോട്ട് കറക്റ്റ് പ്രോസസ്സ് ആവുന്നില്ല. അത് ഞാൻ വിചാരിച്ചു ഓക്കെ ടെൻഷനൊക്കെ കുറച്ച് എന്താ പറയുക കറക്റ്റ് ഇങ്ങനെ എഴുതാം എന്നൊക്കെ വിചാരിച്ച് നേരെ ചുവനൊക്കെ ഇരുന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ഒക്കെ ആയി എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്നില്ല. എനിക്ക് ബയോളജി ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓക്കെ കൂളായി, എത്ര ടൈം ബയോളജി എടുത്താലും ബയോളജി കംപ്ലീറ്റ് ആക്കണം എന്നൊരു വാശിയായി. അങ്ങനെ ഞാൻ വായിച്ച് കുറേയൊക്കെ അറിയാമായിരുന്നു, കുറേയൊക്കെ വായിച്ചിട്ടൊന്നും കത്തുന്നില്ല കറക്റ്റായിട്ട്. അങ്ങനെ ഞാൻ അറിയാവുന്നതൊക്കെ ഫസ്റ്റ് ഫുൾ എഴുതി കെമിസ്ട്രിയിലോട്ട് ചാടി. അപ്പോഴും ബയോളജി ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോർ ഷുവർ ഞാൻ 15 to 20 ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കെമിസ്ട്രിയിൽ ചാടി. കെമിസ്ട്രി ഇങ്ങനെ കുറേയൊക്കെ ചെയ്യാൻ കിട്ടുന്നുണ്ട്, പക്ഷേ കുറേയൊക്കെ ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നി ക്വസ്റ്റ്യൻസ്. ഒരു മോഡറേറ്റ് ലെവൽ ഫീൽ കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനി എനിക്ക് മാത്രമാണോ അതോ ഇനി എല്ലാവർക്കും ഇങ്ങനെ ആണോ, ഒന്നും കറക്റ്റ് അറിയാൻ വയ്യ, ഇത് ഈ ക്വസ്റ്റ്യൻ ഇത്രയും ടഫ്. അപ്പം പൊതുവേ എല്ലാവരും പറയല് നമ്മുടെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിൻ്റെ അത്രയും മോഡൽ എക്സാമിൻ്റെ ടഫൊന്നും നമ്മുടെ നീറ്റ് എക്സാമിന് വരില്ലെന്നാണ്. അപ്പം 2 വട്ടം മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ബ്രില്യൻറ്റിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സ്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വട്ടത്തെ എക്സാം ടഫാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത്രയും അങ്ങ് ടഫാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പോൾ എനിക്ക് മൈൻഡിൽ ഓക്കെ എനിക്ക് എക്സാം ടഫാണെന്നൊരു ഫീൽ വന്നു. ഒരു പകുതി ഒരു 3:30 മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ആ ഫീൽ വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഫിസിക്സിനകത്തോട്ട് വന്നു. അങ്ങനെ കെമിസ്ട്രി ഒരുവിധം ചെയ്തിട്ട് ഫിസിക്സിനകത്തോട്ട് വന്നു. ഫിസിക്സ് വാസ് ലൈക്ക് എനിക്കറിയത്തില്ല, ടൈം പോകുന്നതിൻ്റെ ടെൻഷനാണോ, ഫിസിക്സ് ചെയ്തിട്ടൊന്നും കിട്ടുന്നതും ഇല്ല. ഐ വാസ് ലൈക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ മൈൻഡ് ഫുള്ള് പോയി. ഇതൊക്കെ ഞാനിങ്ങനെ ചിരിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ വിഷമമില്ലാത്തതൊന്നുമല്ല, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞിട്ടിനി കാര്യമില്ല. ഓക്കെ കട്ട് ഓഫ് കുറയുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ബട്ട് സ്റ്റിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ത് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വട്ടം ഫിസിക്സ് ഒന്നും കറക്റ്റ് പഠിച്ചിട്ടില്ലായിരുന്നു. റിപ്പീറ്റ് അല്ലേ, ഞാൻ +1 +2 എന്താ പറയുക വേറെ കോച്ചിങ്സിനും കാര്യങ്ങൾക്കൊന്നും പോകാണ്ട് നമ്മുടെ നീറ്റിന് ആയിട്ട് ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ കളഞ്ഞു. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ്ലൈൻ ആയിരുന്നു, പിന്നെ ഓൺലൈനായി. പിന്നെ ഇപ്പോൾ റിപ്പീറ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് 7 to 8 months നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹോസ്റ്റലിലായിരുന്നു. ആൻഡ് ഇവിടെ വന്ന് ഒരു ജാനുവരി ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ നമ്മുടെ കൊല്ലം സെൻറ്ററിൽ പോയി പഠിച്ചു. ആൻഡ് എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൽ കുറച്ചൊന്ന് എനിക്ക് ഭയങ്കര ടഫാണ്, ഫിസിക്സ് പൊതുവേ ടഫാണ്. ബട്ട് ബയോളജി ആൻഡ് കെമിസ്ട്രി ഞാൻ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബയോളജി ക്വസ്റ്റ്യനാണ് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബയോളജി ഞാൻ ഇത്രയും ടഫ്നെസ് പ്രതീക്ഷിച്ചില്ല. എന്താ ഇനിയിപ്പോൾ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സോ ന്യൂസിലൊക്കെ കണ്ട മാതിരി തന്നെ എൻ്റെ എക്സാം ടഫ്
ടഫായിരുന്നു ഈ വട്ടം. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്ത് പോലും നോക്കാൻ തോന്നില്ല, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാൻ പോലും തോന്നില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് വെച്ചാൽ 2 വർഷമായിരുന്നു, 2 വർഷം ഹാർഡ് വർക്ക് ചെയ്തു, ഒരു പാർട്ടീസ് ഇല്ല, ഫുള്ള് സാക്രിഫൈസ് ചെയ്തു. എൻ്റെ ഫാമിലിയിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, എൻ്റെ ഫാമിലി ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാനം കിട്ടാതെ പോകുന്നൊരവസ്ഥ, ടൈം കിട്ടാതെ പോകുന്നൊരവസ്ഥ. എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ലെങ്തി അല്ലായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ. എങ്ങനെ ടൈം കിട്ടുന്നത് ഈ ക്വസ്റ്റ്യനൊക്കെ എനിക്കറിയില്ല. എന്താ പറയുക, ഞാനങ്ങ് ഭയങ്കര വലിയ പഠിക്കുന്നവർ ഒരിക്കലും ഏറ്റവും കൂടുതൽ പഠിക്കുന്നവർക്ക് എൻട്രൻസ് കിട്ടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ഹാർഡ് വർക്കാണ് മെയിൻ, ലക്കാണ് മെയിൻ. ഹാർഡ് വർക്കും ലക്കും വേണം. എല്ലാവരും പറയാം ഹാർഡ് വർക്ക് മാത്രം മതി, ബട്ട് നോ, ഹാർഡ് വർക്കും വേണം, ലക്കും വേണം, എല്ലാ കാര്യങ്ങളും വേണം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ബയോളജി വാസ് ലെങ്തി, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഈ എന്താ പറയുക ഔട്ടൊക്കെ ചോദിച്ച മാതിരി ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ബയോളജിയുടെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബയോളജി ഭയങ്കര ലെങ്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, അങ്ങനെ ആയിരുന്നു തോന്നുന്നു. എല്ലാവർക്കും നല്ല ടഫായിരുന്നു എക്സാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, സോ അവരൊക്കെ പറഞ്ഞത് എക്സാം ടഫായിരുന്നു എന്നാണ്. പിന്നെ കട്ട് ഓഫ് കുറയും, നമുക്ക് നോക്കാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ഈ എക്സാം എഴുതിയ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, പ്രീ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, 5th 6th 7th ഡ്രോപ്സ് ഒക്കെ വരെ പോയിട്ടുള്ളവരുണ്ടാവും. സോ അവരൊക്കെ വിഷമിക്കേണ്ടെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ വിഷമിക്കും. കാരണം അത്രയും വർഷം കളഞ്ഞ് എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് എഴുതുന്ന ഒരു എക്സാം, അതും 1 ഇയറിൽ ഒരു എക്സാം മാത്രം. സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്തൊരു എക്സാമാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്തിരുന്ന് ആരൊക്കെയോ ഇടുന്ന ക്വസ്റ്റ്യന് നമ്മളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അവർക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഇളക്കാൻ പറ്റുമോ? ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ, കാരണം ഇന്നലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഇറ്റ് വാസ് ലൈക്ക്, എന്താ പറയണ്ടേ എനിക്കറിയില്ല, എനിക്ക് തല ചുറ്റുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി. എത്ര ടെൻഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഞാൻ. പക്ഷേ 2024 ക്വസ്റ്റ്യനിലെ ബയോളജി ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി നോ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. സോ വിഷമിക്കേണ്ട, അത്ര പറയാനുള്ളൂ. സോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആരൊക്കെ കാണും ആരൊക്കെ കാണില്ല എന്നൊന്നും എനിക്കറിയില്ല. സോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. ഇന്നലെയാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. ഞാൻ ഇന്നലെ ട്രെയിനിലിരുന്ന് തിരിച്ച് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഉമ്മയായിട്ട് മാറി നിന്നിട്ട് എനിക്ക് കുറച്ച് ദൂരെയായിരുന്നു എക്സാം സെൻറ്റർ കിട്ടിയിരുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു, എൻ്റെ കൺട്രോൾ ഫുള്ള് പോയി. ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. ആൻഡ് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇന്നലെയാണ് അങ്ങനെ ഇൻസ്റ്റഗ്രാം ഞാൻ റിപ്പീറ്റിന് കയറിയ ടൈമിൽ ഇൻസ്റ്റഗ്രാമൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് ഇരുന്ന് പഠിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഐ ഹാവ് നോ റിഗ്രറ്റ്. എനിക്ക് റിഗ്രറ്റ് ഇല്ല ഈ ഒരു 2 ഇയേഴ്സ് പോയി എന്ന് പറഞ്ഞാൽ. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. നീറ്റിലപ്പുറം അല്ലെങ്കിൽ നീറ്റിലുപരി ഞാൻ എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കയറുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമ്മുടെ എന്താ പറയുക, നീറ്റിലുപരി നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ആ ഒരു വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. സോ അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടാത്ത 2 വർഷമായിരുന്നു ഈ ഒരു 2 വർഷം. അതിന് മുമ്പ് വരെ മൈ ലൈഫ് വാസ് അടിപൊളിയായിരുന്നു. പഠിക്കായിരുന്നു, അത്യാവശ്യം പഠിക്കായിരുന്നു. ഞാൻ 10th വരെ ICC സിലബസ് ആയിരുന്നു, +1 +2 സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. സോ ആ ഒരു വീഡിയോ ഒക്കെ വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ ഇന്ന് എൻ്റെ നീറ്റിൻ്റെ ഈ ഒരു റിവ്യൂ ആണ് എനിക്കുള്ളത്. എനിക്കിങ്ങനെയാണ് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് നീറ്റ് ടഫായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. സോ ഇനി കുറച്ച് റിലാക്സൊക്കെ ആകുക. സോ ഞാനും കുറച്ച് റിലാക്സൊക്കെ ആയി, എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. സോ അൽഹംദുലില്ലാ, ബൈ. ഇനി വരും വീഡിയോസിൽ അടിപൊളി കണ്ടൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.